എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. കുറേ സിനിമകളെ കുറിച്ച് പറയാനുണ്ട്. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നത് പ്രധാനമായും വലിയ സിനിമകൾക്കാണ്, ഹൈപ്പുള്ള സിനിമകൾക്ക്. എങ്ങനെയാണെന്നാണ് മനസ്സിലാവാത്തത് അല്ലേ? ഹൈപ്പ് ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കൂടുന്നു, അതൊക്കെ അത് അവര് തരുന്ന ഓരോ സംഭവങ്ങൾ വെച്ചിട്ടാണ് സിനിമേന്റെ ഹൈപ്പ് കയറി പോണത്. ആ ഹൈപ്പ് കയറുന്ന സാധനം അല്ലെ ഇവർ തരുന്ന സാധനത്തിനുള്ള ഒരു മുതല് ഒരിക്കലും ഉണ്ടാവാറില്ല റിലീസ് ചെയ്യുമ്പോൾ, അല്ലേ? ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്നാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഹൈപ്പിൽ വന്ന സിനിമകൾ വളരെ കുറഞ്ഞ സിനിമകൾ മാത്രമാണ് പരിപൂർണമായും നമ്മളെ സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുള്ളൂ. അതെ, കുറേ സിനിമകൾ നമ്മളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. അതും നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതിനൊക്കെ അതിന് പെട്ടുപോകുന്നത് ഇവരാണ്. അതാണ് ഇതിന്റെ സത്യാവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുന്തിയ ആൾക്കാരുണ്ടല്ലോ, മുന്തിയ സ്റ്റാറുകൾ, അതെ, അവരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു സത്യമാണ് കേട്ടോ. ഈ മുന്തിയ സ്റ്റാറുകളെ കാസ്റ്റ് ചെയ്യുമ്പോഴേ ആ സിനിമയ്ക്ക് ഹൈപ്പായി. അതെ, അതും ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവര് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതും വലിയ ഡയറക്ടറോ ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പൊ തന്നെ ആ സിനിമേന്റെ ഹൈപ്പം കയറിപ്പോകും. പിന്നീട് എന്തെങ്കിലും ചെറുത് കിട്ടുമ്പോൾ പോലും ആഘോഷിക്കുകയാണ് ഫാൻസ്. അതിനകത്ത് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ പരാജയപ്പെട്ട് കഴിയുമ്പോഴാണെങ്കിലോ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ഈ ഫാൻസ് തന്നെയാണ്. നന്നായിട്ട് കിട്ടും. ഇപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിലാണ് ഞങ്ങൾ. കങ്കുവ സിനിമ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് നേരിടുമ്പോൾ നിങ്ങൾ ആഘോഷിക്കുകയാണ്, നിങ്ങൾക്ക് വേദന ഒന്നുമില്ലേ എന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. ഞങ്ങളുടെ ഉള്ളിലെ വേദന ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. നമ്മള് ശരിക്കും നമ്മുടെ സങ്കടമാണ് കേട്ടോ നിങ്ങള് വീഡിയോയിലൂടെ കാണുന്നത്. നമുക്ക് അങ്ങനെ കരഞ്ഞോണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് അതങ്ങ് മാറ്റുന്നു, അത്രേ ഉള്ളൂ. നമ്മളെ കൊല്ലും, നമ്മള് മരിക്കൂല, മരണത്തിന്റെ അടുത്ത് വരെ എത്തും എന്ന് നമുക്കറിയാം. ഈ പോലീസ് ട്രെയിനിങ്ങിന്റെ ഒക്കെ സമയത്ത് അങ്ങനെയാണ്. ചാവൂല, പക്ഷെ ഉരുട്ടി കൊല്ലാനാക്കും. അതങ്ങ് എൻജോയ് ചെയ്യാം, അത്ര പറ്റുള്ളൂ. അതാണ് നമ്മൾ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അത് തന്നെ എത്രയൊക്കെ ശരിക്കും ഒന്നാലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെപ്പോലെ തന്നെ ഫാൻസിന്റെ പോലെ തന്നെ നമ്മളും രാവിലെ എണീറ്റിട്ട് ഈ 4 മണിന്റെ ഷോ കാണാൻ വേണ്ടിട്ട് നമ്മളും അവിടെ പോയി നിൽക്കണം. കാരണം അതിനുള്ളിലുള്ള പ്രതീക്ഷ ഭയങ്കരമാണ്. ഫാൻസിന് എന്താണോ ഉള്ളിൽ തോന്നുന്നത് അതേ മെന്റാലിറ്റി കൊണ്ട് തന്നെയാണ് നമ്മളും പോണത്. പക്ഷെ പടം കണ്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു മൂഡ്, അതെ, അത് ഒരിക്കലും പോകൂല. ട്രോമ ഭീകരാണ്. കങ്കുവൊക്കൊന്നും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് മനസ്സിൽ പോലും കരുതിയിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ വലിയ സ്റ്റാറുകളുടെ വലിയ സിനിമകൾ പൊട്ടിയിട്ടുണ്ടെന്നുള്ളത്. പൊട്ടുന്നുണ്ട്, ഇനിയും അത് തന്നെ ആവർത്തിക്കും പല സിനിമകളിൽ. അപ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും സൂര്യയുടെ സിനിമ ഇത്രയും ലെവലിലേക്ക് താഴും എന്ന് കരുതുന്നില്ല. കാരണം ആളുടേത് ആകെപ്പെട്ടിരിക്കുന്ന ഈ സിനിമ മാത്രമാണ് ഇതിൽ. അതെ, ബാക്കിയെല്ലാം ഒരു ആവറേജ് സിനിമകളായിരിക്കും. അതെ, ഇനി OTT-യിൽ വന്ന ഇതല്ല, ഇതിന്റെ അപ്പുറമുള്ള 2 സിനിമകൾ വേറെയുണ്ട്. അതൊക്കെ പോയാലും വേറെ സിനിമകൾ അതിന് മുന്നത്തെ സിനിമകൾ എടുത്തു നോക്കിയാലും ഒക്കെ ഇതിനൊരു ആവറേജ് വലിപ്പമുള്ള സിനിമകൾ തന്നെ. അതും സൂര്യയുടെ അഭിനയത്തെ കുറിച്ച് ഒരാൾക്കും അതിനകത്തൊന്നും ഒരു കുറ്റം പോലും കണ്ടുപിടിക്കാൻ ഉണ്ടാവില്ല. പക്ഷേ കങ്കുവയിലേക്ക് വരുമ്പോൾ അങ്ങനെ അല്ല. എല്ലാം കൊണ്ടും നിരാശ, അൻപേ പരാജയം, അങ്ങനെ തന്നെ പറയണം. അത്രത്തോളം മോശമായിട്ടുള്ള ഒരു സിനിമ. അതൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള റെസ്പോൺസ്, നമ്മുടെ പ്രതികരണം. തീർച്ചയായിട്ടും. എന്തായാലും കുറച്ചധികം സിനിമകൾ ഇതുപോലെ വന്നിട്ട് പരാജയപ്പെട്ട സിനിമകളുണ്ട്. കണക്കെടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. മലയാളത്തിൽ നിന്ന് എടുക്കണോ, തമിഴിൽ നിന്ന് എടുക്കണോ, മൊത്തത്തിൽ എടുക്കണോ, എടുക്കാം. പിന്നെന്താണെന്നറിയോ, ഈ എടുക്കുന്ന സിനിമകളൊക്കെ ഏത് രീതിയിൽ അല്ലെ ഏത് സ്റ്റാറാണ് അതിനകത്ത് അഭിനയിച്ചിട്ട് ആ സ്റ്റാറിന്റെ വലിപ്പം കൊണ്ടാണുള്ളത് ഹൈപ്പായിട്ടുള്ളത്. അങ്ങനെയുള്ള സിനിമകൾ മാത്രമാണ് നമ്മൾ നോക്കിയെടുക്കുന്നത്. മലയാളത്തില് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഹൈപ്പുള്ളൊരു സിനിമ വന്നിട്ടില്ല. ഇതുവരെ കണ്ട ഹൈപ്പ് ആ ഒരു സിനിമയ്ക്ക് തന്നെയായിരുന്നു ഏറ്റവും ഭീകരമായിട്ടുള്ള ഹൈപ്പ്. അതിനെ ബീറ്റ് ചെയ്യാൻ ഇനി ലാലേട്ടന്റെ സിനിമകൾക്ക് മറ്റുള്ള സിനിമകൾക്ക് തന്നെ ഒരുപാട് പാടുപെടേണ്ടി വരും. അങ്ങനത്തെ ഒരു ഹൈപ്പായിരുന്നു ഒടിയൻ എന്ന സിനിമക്ക്. ആ സിനിമക്ക് സംഭവിച്ചെന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഹൈപ്പിന്റെ മാത്രമല്ല, ആ സിനിമേന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇതുവരെ ഒരു സിനിമയ്ക്ക് പോലും ക്രോസ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു ആഘോഷം തന്നെയായിരുന്നു ഒടിയൻ. തീർച്ചയായിട്ടും. അതിന് സംഭവിച്ചത് നമുക്ക് ചിന്തിക്കാൻ പോലും ആഗ്രഹമില്ലാത്ത കാര്യമാണ്. അത് നമ്മളിപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുന്ന സാധനമാണ്. ഇനി അതിനെ കുറിച്ച് ഓർക്കണ്ടാന്ന്. പക്ഷെ എപ്പോഴും നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ
മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മറ്റേ കന്നഡയിലും ഒക്കെ ഉണ്ട്, തെലുങ്കിലും ഒക്കെ ഉണ്ട് ഇതേപോലെ വൻ ഹൈപ്പിൽ വന്നിട്ട് അത്ര വേസ്റ്റ് ആയ സിനിമകൾ. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടും ചില സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്തത് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ആദിപുരുഷൊക്കെ അതിൽ പെടുന്നതാണ്. ആദിപുരുഷൻ നമുക്ക് അതിന് മുൻപേ അറിയാമായിരുന്നു. ഞങ്ങൾക്ക് സ്ട്രൈക്ക് എന്നാ കേട്ടോ ടീം. അതെ, സ്ട്രൈക്ക് ട്രെയിലറിന് റിയാക്ഷന് നമ്മളതിൽ പറഞ്ഞു പോയി എന്ത് RIP ഇന്ത്യൻ സിനിമ അതിന് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു കേട്ടോ. എത്ര 3 മാസത്തോളം കണ്ട് 90 ദിവസം കഴിഞ്ഞിട്ടാണ് മാറി കിട്ടുക. അതെ, അങ്ങനെ പെട്ടുപോയതാണ് അത്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. അതങ്ങനെ ആകുമെന്ന് അറിയായിരുന്നു ആ സിനിമ അങ്ങനെ ആയിരിക്കും. പിന്നെ ഇതുപോലെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് കിട്ടാണ്ട് പോയൊരു സാധനമാണ് മലൈക്കോട്ടെ വാലിബൻ. അതെ, ഇതൊക്കെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ്. പക്ഷേ ഇങ്ങനെയുള്ള മറ്റു സിനിമകൾ വരുമ്പോൾ വീണ്ടും നമ്മൾ ഓർത്തെടുക്കുകയാണ്. അതാ പ്രശ്നം. മലൈക്കോട്ടെ വാലിബനും ഇതുപോലെ തന്നെയായിരുന്നു, ഭീകര ഹൈപ്പായിരുന്നു. അതും LJP ലാലേട്ടനും ഒരുമിക്കുന്നു. ഇത് തന്നെയാണ് ആ സിനിമേന്റെ ഹൈപ്പിനുണ്ടായ കാരണം. പിന്നെ ലുക്ക്, വന്നിരുന്ന ഓരോ അപ്ഡേറ്റ്സിന്റെയും ക്വാളിറ്റി, ഒക്കെ എന്തായിരുന്നു അത് മോനെ ഓർക്കാൻ പറ്റുന്നില്ല അതൊന്നും. അതിനുശേഷം ഓർത്താ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. കാരണം നമ്മളതിന് നമുക്കും കിട്ടും. അതെ, നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അല്ലെങ്കിലും ഈ സിനിമകളിലൊക്കെ ഇത് പറയുമ്പോൾ നമുക്ക് കിട്ടും. ഒടിയനൊന്നും കിട്ടൂല. ഇല്ലല്ല, ഒടിയന്റെ ടൈമിലൊന്നും നമ്മൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അയ്യോ, അല്ലെങ്കിൽ അതും നമ്മുടെ തലയിൽ ഉറപ്പായിട്ടും നിങ്ങളാണ് ഹൈപ്പ് കയറ്റുന്നത് എന്നുള്ളൊരു പൊതുവെ ഒരു സംസാരം ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയാണ് തെലുങ്കിൽ നിന്ന് പ്രഭാസിന്റെ സലാർ. സത്യം. അതായത് പ്രശാന്ത് നീലും സലാറും, പ്രശാന്ത് നീലും പ്രഭാസും പൃഥ്വിരാജും, അത് KGF-ന് ശേഷം. അതെ, ഇതൊക്കെ കേട്ട് എങ്ങനെ ഹൈപ്പ് ഇല്ലാണ്ടിരിക്കും. അതും നിരാശപ്പെടുത്തി. നമ്മള് ചെന്നിരുന്നു, തുടക്കത്തിൽ തന്നെ മനസ്സിലായി കഴിഞ്ഞു ഇതെന്താണെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഊഹം കിട്ടിയായിരുന്നു. ഒരു വമ്പൻ സിനിമ ഉണ്ടായിരുന്നു അതുപോലെ. അതായത് ഒരു സിനിമയുടെ 2ാം ഭാഗം, രജനീകാന്ത് നായകനാവുന്ന സിനിമ. ആ സിനിമ ആളുടെ കരിയറിൽ തന്നെ, അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയുടെ രാശി തന്നെ മാറ്റിയ സിനിമയാണ്. അതെ, പാൻ വേൾഡ് എന്നുള്ള രീതിയിലേക്ക് കണ്ടന്റ് വന്നു തുടങ്ങിയ ഒരു സാധനമാണ് എന്തിരൻ. അതിൻ്റെ 2ാം ഭാഗം. അക്ഷയ് കുമാർ വില്ലനായി വരുന്നു, രജനീകാന്ത് ഇതിലെ ഇതേ കഥാപാത്രം തന്നെയായി വരുന്നു. എന്തോ ഒരു ഹൈപ്പാരെന്നറിയോ. 2.0 എന്താ സംഭവിച്ചെന്ന് പക്ഷി ഏതാണ് ഇത്? ലാസ്റ്റ് വന്നിട്ടേ പക്ഷിയുടെ കുരുവിയുടെ പുറത്ത് വന്നിട്ടേ കുട്ടി, അത് ചിട്ടി, ഇത് കുട്ടിയത് ഓർക്കാൻ വയ്യ. ഇത് എന്താ പറയാ, ഇതിന്റെ ഈ 2ാം ഭാഗം വന്ന് വൻ ഇതായിന്ന് പറയുമ്പോ ഓർത്തെടുക്കേണ്ടതെന്നല്ല, ഓർക്കാനേ ആഗ്രഹമില്ലാത്ത ഒരു സാധനം കൂടെ ഉണ്ട്, ഇന്ത്യൻ 2 താത്ത. ഇതാണ് ഏറ്റവും ഭീകരമായ സീക്വൽ. സത്യം, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എന്താ ചെയ്യണ്ടേ, എന്താ കാണിക്കണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതിലൊരു കോമഡി എന്ന് വെച്ചാല് ഞങ്ങൾക്ക് മാത്രം ഈ ദുരന്തം മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് നമ്മളോട് പലരും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, ട്രെയിലർ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അത് ഭയങ്കര ദുരന്തമാണ്. പക്ഷെ നമ്മൾ ഇല്ല, നന്നാവുമായിരിക്കും, ഇത് ഇന്ന സാധനങ്ങളൊക്കെ അതിന് നല്ലതാണ്, അതൊക്കെ ആ സിനിമയിൽ വരുമ്പോൾ സൂപ്പറായിരിക്കും, ഇങ്ങനെയുള്ള കുറച്ച് സ്വപ്നങ്ങൾ ഉണ്ടാക്കി അങ്ങ് പ്രതീക്ഷിച്ചിരുന്നു. ഊപ്പും കുത്തി താഴെ വിടും. ഇതിനകത്ത് എന്താണെന്നറിയോ, ഈ പറഞ്ഞ സിനിമകൾക്കൊക്കെ ഈ എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടായിരുന്നു. അത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട്. അവര് നമ്മളെ മനസ്സിലാക്കാൻ കുറെ ശ്രമിച്ചിട്ടുമുണ്ട്. എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒന്നും വിചാരിക്കല്ലേ എന്നൊക്കെ. പക്ഷെ നമ്മൾ അപ്പോഴും തെറ്റിദ്ധരിച്ചു പോയി. ഇതേപോലെ തന്നെ അതായത് ഈ സിനിമ പറയാൻ പോകുന്ന സിനിമ റിലീസാവുന്ന റിലീസിന് മുൻപ് അല്ലെങ്കിൽ ആ ഡേറ്റോട് അടുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകളിൽ ഒന്നായിരുന്നു. അത് DQന്റെ കിങ് ഓഫ് കൊത്ത. ഭീകര സാധനം. അതായത് ദുൽഖറിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമകൾ ചെയ്യുന്ന ഒരാൾ, അതുപോലെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള നല്ല സ്വീറ്റായിട്ടുള്ള കഥാപാത്രങ്ങൾ, നമ്മുടെ അയൽവക്കത്തെ പയ്യൻ എന്നുള്ള രീതിയിൽ ഒരു ചോക്ലേറ്റ് പരിപാടി ഒക്കെ ഉള്ള രീതിയിലുള്ളൊരു ക്യാരക്ടറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. ആദ്യമായി മാസിൽ കൈവെക്കുന്നു. കൈവച്ചതും പൊള്ളി. അതും അതിന് അവര് തന്നെ, അവരുടെ ടീം തന്നെ കൊടുത്തൊരു ഹൈപ്പുണ്ട്. അതൊരു രക്ഷയില്ലായിരുന്നു. സിനിമ റിലീസ് ചെയ്ത് ഇതിന് പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞിട്ടല്ല നമ്മുടെ ആവേശം ചോർന്നു പോയത്.
ഒരു 3 മണിക്കൂർ മുമ്പ് സിനിമ റിലീസ് 7 മണിക്കാണ് ഇവിടെ ഷോ. അതിന് മുൻപ് ഒരു 3 മണിക്കൂർ, അതായത് 3 മണി, രാവിലെ 3 മണി ആയപ്പോൾ അറിഞ്ഞു പുറത്തു നിന്നുള്ള വിവരം. പിന്നെ അതാണ് എന്നാലും കേൾക്കും. അതൊക്കെ വെറുതെ ആരെങ്കിലും അപ്പോഴും പറയും അത് ഓരോരുത്തരുടെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഓരോരുത്തർ സിനിമ കാണുന്ന രീതി, അത് അപ്പോഴും പറഞ്ഞിട്ടാണ് പോകുന്നത്. പോയി കണ്ടു കഴിയുമ്പോഴാണ് ആ ഒരാള് നമ്മളിങ്ങനെ ചിന്തിക്കുക, അയ്യോ മറ്റേ ആള് പറഞ്ഞു തന്നെയായിരുന്നു ശരി എന്ന്. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് സത്യമായിരുന്നു നമ്മൾ തിരിച്ചറിയുന്ന നിമിഷമാണ്. സത്യം, ഭീകര ട്രോമയാണത്. എന്തായാലും മറ്റൊരു സിനിമ ഉണ്ട് ശരിക്കും ഹൈപ്പിന്റെ കാര്യത്തിൽ പരമോന്നതയിൽ നിൽക്കുന്ന ഒരു ഐറ്റം. അതായത് ലോകേഷ് കനകരാജ് ഒരുക്കി നമ്മുടെ ദളപതി വിജയ് നായകനായ സിനിമ ലിയോ. ഇതിന്റെ ആഘോഷങ്ങൾ അറിയാലോ, ഭീകരായിരുന്നു. പേഴ്സണലി അത് നമുക്കും ഇഷ്ടപ്പെട്ട സിനിമ. പക്ഷെ ആ സിനിമയ്ക്ക് സംഭവിച്ചത് ഭയങ്കര മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അത് മാരകമായിട്ട് ആ സിനിമയെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും വിജയാണ്, വിജയ്ക്ക് ഇതൊന്നും ഒരു പുത്തിരി അല്ല. ഇതില് ഇപ്പൊ ഈ ഒരു വൻ ഹൈപ്പിൽ ഒന്ന് ഫ്ലോപ്പ് അടിച്ചതിന്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ എപ്പോഴും കൂടി നിൽക്കുന്ന വിജയ് തന്നെയാണ്. എണ്ണത്തിൽ കൂടുതൽ വിജയ് തന്നെയാണ്. വലിയ സിനിമകൾ വന്നിട്ട് പൊട്ടിയതിൽ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വിജയന്റെ കൂടുതൽ. പക്ഷെ പൊട്ടിയതാണെങ്കിലും ഭീകരമായ കളക്ഷൻ ആയിരിക്കും. അതിനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് മുടക്കിയ പൈസന്റെ അവർക്കത് മുതലാവും ചെയ്യും, അതിൽ കൂടുതൽ ലാഭവും കിട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ സിനിമകളാണ് വിജയ് സിനിമകൾ. ഇനിയിപ്പോ പൊട്ടിന്ന് പറഞ്ഞാലും അതിൽ കളക്ഷനും കൊണ്ട് അത് ടോപ്പിൽ തന്നെയായിരിക്കും. ആളുടെ മറ്റ് 2 സിനിമകളുണ്ട്. ഇപ്പോൾ ലിയോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്നാണ് ബീസ്റ്റും ഭീകരമായ ആഘോഷം തന്നെയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചതാണ്. നെൽസൺ ഡോക്ടർ എന്ന സിനിമയ്ക്ക് ശേഷം വിജയനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ അതിന് ഹൈപ്പ് കൂടി അതിനുള്ള കിട്ടുകയും ചെയ്തു. അപ്പോഴേ നിങ്ങൾക്ക് കൂടുതലാണെന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണ്. ഇനി ഇതേപോലെ തന്നെ വെങ്കട് പ്രഭു ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വിജയനെ വെച്ച് ചെയ്ത സിനിമ ഗോട്ട്, എന്തായിരുന്നു ആ സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ മുന്നേ വരെ അതിന്റെ ഒരു ഹൈപ്പും. വെങ്കട് പ്രഭു ആണ് സയൻസ് ഫിക്ഷന്റെ ആശാൻ. തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല, വിജയല്ലേ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ അത് നമ്മൾ അന്നും പറയുന്നുണ്ട് ഇന്നും പറയുന്നുണ്ട്. റിലീസിന്റെ ഒരു മാസം മുന്നേ അങ്ങോട്ട് ഒരു ഹൈപ്പ് കയറ്റം ഉണ്ട് വിജയ് സിനിമകൾക്ക്. ഈ ലാലേട്ടന്റെ സിനിമ അതേപോലെ തന്നെ എത്ര ചെറുതാണെന്ന് പറഞ്ഞിട്ടും ഇപ്പൊ മോൺസ്റ്റർ വളരെ ചെറുതാണ്, OTTക്ക് വേണ്ടി ചെയ്തതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അതിൽ ലാലേട്ടനായി പോയി പിടിച്ചു വെക്കാൻ കഴിയില്ല. ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അടക്കി നിർത്താൻ പറ്റൂല. അത് ഇതിപ്പോ ആരൊക്കെ നമ്മളെ കുറ്റം പറയുന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഈ സിനിമയ്ക്ക് ഈ വലിപ്പം ഉണ്ട്. ഈ വലിപ്പത്തിന്റെ കൂടെ നമ്മൾ ആഘോഷിക്കുന്നുള്ളൂ. നിങ്ങളിൽ ഒരാൾക്കാരായി ഏതോ ഒരു 2 PK ചക്കന്മാര് അത്രേ ഉള്ളൂ ഞങ്ങളതിലേ. നമ്മൾ കയറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ തലയിൽ വരുന്നത് അത് പൊട്ടുമ്പോ അങ്ങനെ വരും. എവിടെയെങ്കിലൊക്കെ വെച്ച് സമാധാനമുള്ളണ്ടേ, ആശ്വസിക്കാൻ എന്തും ആയിക്കോളാം, അത്രേ ഉള്ളൂ. നമ്മൾ ഹാപ്പിയാണ് കേട്ടോ, അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ സിനിമകളുടെ ഇത്രയും പറഞ്ഞ സിനിമകളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ അത്ര വലിയ ഹാപ്പി അല്ലതാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് ലിയോന്റെ പറഞ്ഞപ്പോ ഓർത്ത് വന്ന കേട്ടോ, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, LCU യൂണിവേഴ്സില് ശരിക്കും ലോകേഷ് ചെയ്ത് വെച്ച നായകന്മാരുണ്ട്, ഭീകര ഹൈപ്പും കൊണ്ടും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പെർഫോമൻസും കൊണ്ടും ഒരു പീക്ക് ലെവലിൽ എത്തിയിട്ട് നിർത്തിയിട്ടുള്ള സിനിമകളാണ് ചെയ്തു വെച്ചിട്ടുള്ള. ഈ നായകന്മാര് തന്നെ മറ്റുള്ള പടത്തിൽ അടുത്ത പടം ചെയ്തു വരുമ്പോ ഇതാണ് അവസ്ഥ, പട്ടക്ക. സത്യം, അതായത് നമുക്ക് LCUലുള്ള കഥാപാത്രങ്ങളുടെ, അതായത് ഓരോ കഥാപാത്രങ്ങൾ എടുത്തിട്ട് അവരുടെ ലാസ്റ്റ് സിനിമകളും നോക്കാം. കാർത്തി, ദില്ലിയുടെ ജപ്പാൻ, മേഡ് ഇൻ ഇന്ത്യ, സൂപ്പർ ആയിരുന്നു. പൊട്ടൽ ഇങ്ങോട്ട് കേട്ടായിരുന്നു ഒന്നത്. പിന്നെ കമൽഹാസൻ, ഇന്ത്യൻ 2, എന്റെ മോനെ വിക്രം. ഇനി LCU ക്യാരക്ടർ മറ്റൊന്നുണ്ട് കേട്ടോ അതില്, നമ്മുടെ കാളിദാസ് രണ്ടുപേരുടെ പറയാം. അതെ, ഒരാൾക്ക് മാത്രം ഭാഗിച്ചു കൊടുക്കണ്ട. പിന്നെ ലിയോ, അതായത് LCU ക്യാരക്ടർ ആണല്ലോ, ആള് ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, പൊട്ടി. റോളക്സ് കാങ്കു അതാ ഇപ്പൊ വന്ന് പൊട്ടിച്ചു. ഭീകരാവസ്ഥയായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനം അല്ലേ. സത്യം, ഈ ലെവലില് ഇതിനകത്ത് രക്ഷപ്പെട്ട ഒരാളുണ്ട്, വിജയ് സേതുപതി. ആള് അതിനുശേഷം കൊണ്ടുവന്നതാണെങ്കിലും മഹാരാജ. അതെ,
എന്താ പറയാ വേറെ ലെവലായിട്ട്. വേറെ ലെവലായിരുന്നു. ആരെന്നെ കോൾ ചെയ്തിരുന്നു നോട്ടെ, വല്ല തെറി വിളിക്കാനാണോ നോട്ടെ. തെറി വിളിക്കാൻ തന്നെ ആയിരിക്കും. മേടിച്ചു വെച്ചോ അല്ലേ? അല്ല, ഓക്കെ. എന്താണെങ്കിലും ആ ഒരു കാര്യത്തില് വിജയ് സേതുപതി അതെ, മഹാരാജ അതും ആളുടെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സിനിമകളിലൊന്നാണത്. സത്യം. ഇന്ത്യൻ സിനിമകളിൽ മികച്ചു നിൽക്കുന്ന സിനിമകളിലൊന്നാണ്, ഇപ്പോഴും ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഈ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആ സിനിമ വൻ, അതായത് പിന്നെ ഈ ഇതിന് നെറ്റ്ഫ്ലിക്സിന്റെ ഒക്കെ ഇതില് ഏറ്റവും 10 ഏറ്റവും ബെസ്റ്റിൽ നിൽക്കുന്നതാണ് മഹാരാജ സിനിമ. അപ്പം ശരിക്കും മഹാരാജാവിനെ അതന്നെ അല്ലേ, സത്യമായിട്ടും സിംഹാസനം ഉറപ്പിച്ച് അതിലിങ്ങനെ അന്തസ്സായിട്ടിരിക്കുന്ന LCU ക്യാരക്ടർ, അത് വിജയ് സേതുപതിയുടെ ക്യാരക്ടർ തന്നെ അവിടെ തന്നെ ഇരിക്കട്ടോ. പൊന്നളിയാ, ഒരാളെങ്കിലും ഉണ്ട് പറയാൻ, പുറത്ത് ചാടല്ലേ, ഇനി പിടിച്ചു വെക്കാൻ ഒരാളെങ്കിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ രജനീകാന്ത് ലോകേഷിന്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് കൂലിയില്. യെസ്, ആൾറെഡി 2.0 നമ്മുടെ ഈ ലിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞു. മറ്റൊരു സിനിമ ഉണ്ട്, വേട്ടയ്യൻ. അയ്യോ, വേട്ടയ്യന്റെ അവസ്ഥ അറിയാലോ. അതെ, എന്തായാലും ആളിന് മറ്റൊരു സിനിമ ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ പണിയാ. അതെ, എന്താണെങ്കിലും ഇത്രയും സിനിമകളാണ്. ഇത്ര സിനിമകൾ എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും വലിയ രീതിയിൽ വന്ന്, അല്ലെങ്കിൽ ഏത് നടന്റെ ആണോ ആ ഒരു റേഞ്ച് വെച്ചിട്ടുള്ള നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്ന പൊട്ടിപ്പോയ സിനിമകളുടെ ലിസ്റ്റാണോ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വേഗത്തിൽ ഓർമ്മ വരുന്ന ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചില സിനിമകൾ പറഞ്ഞെന്നുള്ളൂ. യെസ്. അപ്പൊ എന്തായാലും ഇനിയും നമ്മൾ ഇങ്ങനെ തന്നെയാ. ഇനി സത്യമായിട്ടും പറയാം, ഇനി ഇത് ഇപ്പോഴും നമ്മൾ പറയും ഇനി അടുത്ത സിനിമ വരുമ്പോൾ നീ ഒരു ഹൈപ്പ് ഒരെണ്ണത്തിനും ഉണ്ടാവല്ലേ, അങ്ങനെ വിശ്വസിക്കരുത്, നമ്മുടെ ഉള്ളിൽ അങ്ങനെ തോന്നരുത് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്നാലും പറയാം, അടുത്തൊരു സിനിമ ഇവരുടെ ആരെങ്കിലും അനൗൺസ് ചെയ്താലും നമ്മൾ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. പുഷ്പ 2 വരുന്നുണ്ട്, സത്യം. ഡിസംബർ 5 സിനിമ റിലീസിനെത്താണ്. യെസ്. നമ്മൾ അത് മനസ്സുകൊണ്ട് അത് പൊട്ടുമായിരിക്കും തോന്നിയിട്ട്, പക്ഷെ വലിയ പ്രതീക്ഷ മറച്ചു വെച്ചിട്ടാണിത് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പൊട്ടുമെന്നുള്ളത് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിജയിച്ചാലോ ത്രില്ല്. ഇനി മറ്റൊന്ന്, ഇപ്പൊ ലാസ്റ്റ് കൊണ്ടുപോയി കറക്കി കുത്തി വെച്ചിട്ടുണ്ട് വിടാമുയർച്ചയില്, ഭയങ്കരമായിട്ട് പ്രതീക്ഷ ഉണ്ട്. ഇനിയിപ്പോ അജിത്ത് വരണം, ഇവരൊക്കെ നിരാശപ്പെടുത്തി. ഇനി എന്താവുന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങള്. കാത്തിരിക്കാം. ഇനി മറ്റുള്ള സിനിമകൾക്കായിട്ട്, അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.